പ്രധാനമന്ത്രിയുടെ വരവ് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഒരുപാട് സസ്പെൻസുകൾ ഒളിപ്പിച്ചതായിരിക്കാം എന്നതാണ് കരുതുന്നത്. കേന്ദ്ര നഗരകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടൊക്കെ ഇതിന്റെ വികസന ആസൂത്രണം നടക്കും എന്നതാണ് വി രാജേഷ് ഉൾപ്പെടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ കേന്ദ്ര ഭരണം അതിന്റെ സ്വാധീനം കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരത്തെ തങ്ങളുടെ ശക്തി കേന്ദ്രമാക്കി നിലനിർത്താനുള്ള നീക്കങ്ങൾ സ്വാഭാവികമായും ഉണ്ടാക്കും. അതായിരിക്കും കേരളത്തിനുള്ള മെസ്സേജായി മാറാൻ പോകുന്നതും. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, നോക്കൂ, കേരളം ലക്ഷ്യമിടുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ദീർഘകാല ലക്ഷ്യമാണ്. അതിനപ്പുറം അതിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് BJPയും NDAയും ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരത്തെ തന്നെ സംബന്ധിച്ച് നോക്കൂ, ഇപ്പോൾ അവരുടെ ടോട്ടൽ വോട്ട് ഷെയർ എന്ന് പറയുന്നത് 14.71% ഒതുങ്ങിയിട്ടുണ്ട് എങ്കിൽ പോലും തിരുവനന്തപുരത്ത് അത് 20% മുകളിലാണ് എന്നൊരു സാഹചര്യം നമ്മൾ ഓർക്കണം. കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന 4 മുതൽ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ അവർക്ക് വലിയ മേൽക്കൈയുണ്ട്. അതിൽ 1, 2, 3 പിടിച്ചാൽ പോലും അവരെ സംബന്ധിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അവരുടേതാക്കി മാറ്റാൻ അവർക്ക് കഴിയും. അത് കേരളത്തിൻ്റെ വലിയൊരു മാറ്റവുമാകും. അപ്പോൾ അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്നതായിരിക്കും ഈ മേയർ പദവി കൊണ്ട് BJP ലക്ഷ്യമിടുന്നത്. അതിൽ പ്രധാനമന്ത്രിയുടെ വരവുൾപ്പെടെ വളരെ നിർണായകമാകും. ചില വോട്ട് മറിക്കലുകൾ, അതായത് ഘടകകക്ഷികൾ മത്സരിച്ച ഇടങ്ങളിൽ BJPക്ക് ലഭിക്കേണ്ട വോട്ടുകൾ മറ്റ് പല പക്ഷത്തേക്കും പോയി എന്നൊക്കെയുള്ള ആരോപണങ്ങളൊക്കെയുണ്ട്. അപ്പോൾ അതൊരു നിർണായക സാഹചര്യമായിരിക്കില്ലേ? അങ്ങനെ ഒരു മാറ്റം കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അതിന് ഈ നഗരസഭാ ഭരണം അവർക്ക് അനുയോജ്യമായാൽ അത് രണ്ട് മുന്നണികൾക്കുമുള്ള ഒരു മുന്നറിയിപ്പായി മാറില്ലേ? ഉറപ്പായും. പക്ഷേ ഇപ്പോ തിരുവനന്തപുരത്ത് അവിടെ പ്രധാനമന്ത്രി വന്ന് നഗരവകുപ്പുമായി സംസാരിച്ച് വൻകിട പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു എന്നിരിക്കട്ടെ, നല്ല കാര്യമാണ്, ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യും. പക്ഷെ നോക്കൂ, BJP അധികാരത്തിൽ വന്നാൽ മാത്രമേ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടുകൾ നഗരങ്ങളിലേക്ക് എത്തപ്പെടുകയുള്ളൂ എന്നൊരു പൊളിറ്റിക്കൽ മെസ്സേജ് കൂടി അതിനുണ്ട്. അത് ഉത്തരേന്ത്യയിൽ അങ്ങനെ ചെയ്താൽ അത് വായിക്കപ്പെടില്ല. ഞാൻ ഈ പറഞ്ഞ മെസ്സേജ് ഉണ്ടല്ലോ, ആ തരത്തിൽ അത് വായിക്കപ്പെടില്ല. പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിലെ ജനത കുറച്ചുകൂടി പൊളിറ്റിക്കലി ലിറ്ററേറ്റഡ് ആണ്. അപ്പോ പ്രധാനമന്ത്രി വന്നിട്ട് വൻകിട പദ്ധതികൾ, ഈ ക്രിസ്മസ് അപ്പൂപ്പൻ വന്നിട്ട് തന്റെ ബാഗിൽ നിന്ന് സമ്മാനങ്ങൾ വാരി വിതർന്നത് പോലെ അവിടെ വൻകിട പദ്ധതികൾ പ്രഖ്യാപിച്ച് നടപ്പിലാക്കി പോയാൽ അത് കേരളത്തിലെ ജനതയെ അത്ര കണ്ടങ്ങ് സ്വാധീനിക്കുമോ എന്ന സംശയം എനിക്കുണ്ട്. കാരണം അത് ഇങ്ങനെ കൂടി റീഡ് ചെയ്യപ്പെടും. BJP അധികാരത്തിൽ വന്നാൽ മാത്രമേ കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ കിട്ടുകയുള്ളൂ. അപ്പൊ അങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന് മറിച്ച് ചിന്തിക്കാൻ ആർജവമുള്ള പൊളിറ്റിക്കൽ കൺസൈൻസ്നെസ് ഉള്ള ഒരു ജനതയാണ് ഇവിടെ ഉള്ളത്. മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ കൂടുതലായും BJP എല്ലാ കാലത്തും സഹായിക്കുന്നത് അർബൻ വോട്ടുകൾ തന്നെയാണ്. അതിപ്പോ കർണാടക എടുത്താൽ, അല്ലെങ്കിൽ ഗുജറാത്ത് എടുത്താൽ, അല്ലെങ്കിൽ ഉത്തർപ്രദേശ് എടുത്താൽ പോലും BJPയുടെ വോട്ട് ഷെയർ എല്ലാ കാലത്തും അർബൻ മേഖലയിൽ നിന്നാണ്. ഗ്രാമങ്ങളിലാണ് കോൺഗ്രസിന്റെ വോട്ട് എല്ലാ കാലത്തും ഉള്ളത്. അത് കഴിഞ്ഞ കാലങ്ങളിലും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ, പർട്ടിക്കുലർലി എടുത്താൽ കർണാടക തെരഞ്ഞെടുപ്പ് എടുത്താൽ നമുക്കത് മനസ്സിലാവും. കർണാടകയിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് മുമ്പോട്ട് വന്നത്, തെലങ്കാനയിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസിന് വോട്ട് ഷെയർ കിട്ടുന്നത് ഗ്രാമങ്ങളിൽ നിന്നാണ്. റൂറൽ പ്ലേസസിൽ, അർബൻ പ്ലേസസിൽ എപ്പോഴും ലീഡ് ചെയ്യുന്നത് BJP ആണ്. അതിവിടെയും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു അർബൻ മേഖലയിൽ നിന്ന് ഈ വോട്ട് ഷെയർ അവർക്ക് അനുകൂലമായി മാറിയിട്ടുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത്, ഞങ്ങളുടെ ഒരു റീഡിങ്, BJP തിരുവനന്തപുരത്ത് അധികാരത്തിൽ വന്നു എന്നതിന്റെ ഏറ്റവും വലിയ കാരണം അറിഞ്ഞാണ് എന്ന് ഞാൻ പറയുമ്പോഴും, ഇനി അറിയാതെയാണ് എന്ന് അവർ അക്സെപ്റ്റ് ചെയ്താൽ പോലും, അത് CPMന്റെ അവിടുത്തെ ഭരണമാണ്. ആ ഭരണം അത്ര കണ്ട് മടുത്തത് കൊണ്ടും അവിടെ ഒരു വലിയ പ്രായം കുറഞ്ഞൊരു യുവതി, ആ യുവതി മേയറായി വന്നപ്പോ ഞാനടങ്ങുന്ന യുവ രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം LDF എന്നതിനപ്പുറത്ത് നമ്മളെല്ലാം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അവരെ ആദ്യഘട്ടത്തിൽ കാണുന്നത്. കാരണം യുവജന രാഷ്ട്രീയ നേതാക്കൾ, അത് ഏത് പാർട്ടിയിലാണെങ്കിലും, അവർ കീ പോയിന്റുകളിലേക്ക് വരുന്നതിനെ വലിയ ആവേശത്തോടു കൂടി വിവക്ഷിക്കുന്ന ഒരു യുവ രാഷ്ട്രീയ പ്രവർത്തകരാണ് നമ്മളെല്ലാവരും. അപ്പൊ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. പക്ഷെ അവർ വന്നതിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് അയ്യര് കളിയായിരുന്നു, അബദ്ധങ്ങളുടെ തീർച്ചയായും വസന്ത്, അത് നിങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ടല്ലോ. നോക്കൂ, ആ ഭരണവിരുദ്ധ വികാരം അത് BJPക്ക് അനുഗ്രഹമായി തീരുന്ന ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടു. അവർക്ക് തൊട്ടുകൂടായ്മയില്ല തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലുള്ള ജനങ്ങൾക്കായി എങ്കിലും BJPയോട് NDAയോട് തൊട്ടുകൂടായ്മയില്ല എന്നത് വ്യക്തമായിരിക്കുകയാണ്. മാറ്റത്തിന് UDFന്റെയും LDFന്റെയും ദുഷിച്ച ഭരണത്തിൽ മാറ്റത്തിന്റെ ഐക്യനായി BJPയെ ജനങ്ങൾ തെരഞ്ഞെടുത്തു എന്നതാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെ സൂചിപ്പിച്ചത്. അപ്പോൾ അവർക്കൊരു മാറ്റത്തിന് ചോയ്സ് നൽകാൻ തൊട്ടുകൂടായ്മയില്ല BJP എന്ന് തെളിയിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത് ചെയ്തിരിക്കുന്നത്. നോക്കൂ, ഇവിടെ സംസ്ഥാനത്ത്
തുടർ ഭരണമുണ്ടല്ലോ, അതിനെതിരെയും വികാരമുണ്ടല്ലോ. അപ്പോൾ അവിടെ ഒരു മാറ്റം അവർക്ക് ആവശ്യമായി വന്നാൽ അവർക്ക് വേണമെങ്കിൽ ബി ജെ പിയിലേക്ക് ഒരു ഒറ്റയടിക്ക് പോകുന്നു എന്നല്ല, ഒറ്റയടിക്കുള്ള ഒരു ഷിഫ്റ്റ് എന്നല്ല ഞാൻ സൂചിപ്പിക്കുന്നത്, അതൊരു ചോയ്സ് ആക്കാം എന്ന് ഈ ഉദാഹരണം കൊണ്ട് ഒരു പക്ഷേ അവർക്ക് തോന്നിയാൽ അവരെ അല്ല, അങ്ങനെ തോന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മറ്റൊരു കാര്യം നോക്കൂ, കോർപ്പറേഷൻ ഭരണം നിങ്ങൾക്ക് കിട്ടിയ രണ്ടിടത്ത് കൊച്ചിയിൽ എന്താണ് സംഭവിച്ചത്? നിങ്ങളുടെ നേതാവ് തന്നെ വന്ന് മൈക്കിന് മുന്നിൽ പറയുന്നത് എന്താണെന്ന് നമ്മൾ കേട്ടു. ഇന്ന് തൃശ്ശൂരിൽ എന്താ സംഭവിച്ചേ? നിങ്ങളുടെ നേതാവ് വന്ന് പറയുന്നു പെട്ടിയുമായി AICC നേതാക്കളെ കണ്ടവർക്കാണ് അവിടെ മേയർ സ്ഥാനം കിട്ടിയതെന്ന്. ഭരണം കണ്ട് നിങ്ങളെ ചോയ്സായി തെരഞ്ഞെടുത്തവർ ഇത് കേൾക്കുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അങ്ങ് പറഞ്ഞ കാര്യം, അതായത് ഈ പൊളിറ്റിക്കൽ വോട്ട് BJPക്ക് അനുകൂലമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാറി. അത് നിയമസഭയിൽ മാറില്ല എന്ന് ചോദിച്ചാൽ അവർക്ക് ഐത്തമില്ല, തൊട്ടുകൂടായ്മയില്ല എന്നാണ് അങ്ങയുടെ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഞാൻ തിരിച്ചറിയാൻ ചോദിക്കട്ടെ, ജില്ലാ പഞ്ചായത്തിൽ തിരുവനന്തപുരത്ത് മത്സരിച്ചത് BJPക്കാരായിരുന്നില്ലേ NDAയിൽ? എന്താ അവിടുത്തെ വോട്ടർമാർക്ക് ആദ്യത്തെ മെഷീനിൽ പോയി ഞെക്കുമ്പോൾ തൊട്ടുകൂടായ്മ ഇല്ലാതാവുകയും തൊട്ടപ്പുറത്തും അതിന്റെ അപ്പുറത്തുമുള്ള മെഷീനുകളിലേക്ക് പോയപ്പോ ഈ ഐത്തം കടന്നുകൂടുകയും ചെയ്തു എന്നാണോ അങ്ങ് മനസ്സിലാക്കുന്നത്? നോക്കൂ, ഞാൻ പറഞ്ഞതാണ് അവിടുത്തെ വളരെ ക്ലിയർ ആയ പൊളിറ്റിക്കൽ റീഡിംഗ്. അതായത് അവിടെ ഈ ആന്റി ഇൻകൺവെൻസി വോട്ടുകൾ സെക്കൻഡ് പൊസിഷനിലുള്ള പാർട്ടിയിലേക്ക് മാറി. അത് അങ്ങനെയേ മാറുകയുള്ളൂ. കാരണം ഇപ്പോ രേണു അങ്ങനെയൊന്നും ഇല്ല. ശബരിനാഥനെ പോലെ ഒരു നേതാവിനെ നിർത്തി നിങ്ങൾ മുരളീധരനെ പോലെ ഒരു നേതാവിനെ മുൻനിർത്തി ആസൂത്രണം ചെയ്തതാണ്. ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതാണ്. വളരെ ആസൂത്രിതമായിട്ടും വളരെ സജീവമായിട്ടും നിങ്ങൾ പ്രചരണ രംഗത്തുണ്ടായിരുന്നതാണ്. കേരളം മാറി മാറി ഭരിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടിയെ അങ്ങനെ ഒരു മൂന്നാമത്തെ പാർട്ടിയായി, ഒരു സാധ്യതയുമില്ലാത്ത പാർട്ടിയായി ജനം എഴുതി തള്ളിയെങ്കിൽ അതിന്റെ കാരണം എന്ത് എന്നുകൂടി വസന്ത്, കോൺഗ്രസ് പ്രതിനിധിയായിരിക്കുന്ന വസന്ത് പറയണം. അത്രയും സാധ്യതയില്ലാത്ത ഒരു പാർട്ടിയായി തിരുവനന്തപുരത്ത് നിങ്ങൾ മാറിയെന്ന് താങ്കൾ തന്നെ എന്തോ അഭിമാനം പോലെ വിളിച്ചു പറയുകയാണ്. അല്ല, പറയാലോ, ഞാൻ അഭിമാനം പോലെയല്ല പറഞ്ഞത്. ഞങ്ങളുടെ മുന്നേറ്റം അവിടെ രേണു കണ്ടില്ലേ? ഞങ്ങളുടെ മുന്നേറ്റം കണ്ടില്ലേ? ഞങ്ങൾ എത്ര നമ്പറിൽ നിന്നാണ് ഇപ്പോഴുള്ള നമ്പറിലേക്ക് എത്തിയത്? അത് ഞങ്ങൾ വളരെ ചടുലമായി സംഘടനാ പ്രവർത്തനം അവിടെ നടത്തിക്കൊണ്ടാണ്. അടുത്ത തവണ അവിടെ കോർപ്പറേഷൻ UDF ആയിരിക്കും, കോൺഗ്രസ് ഭരിക്കും, കോൺഗ്രസിന്റെ മേയറായിരിക്കും ഉണ്ടാവുക. ഇനി രേണു അത് പറഞ്ഞുകൊണ്ട് ഒരു ഉത്തരം കൂടി പറയാം. അതായത് ഞാൻ പറഞ്ഞത് അവിടെ മൂന്നാം സ്ഥാനത്ത് ഞങ്ങൾ ആയി എന്നുള്ളതല്ല, അവിടെ ഒരു തരത്തിലും LDF വരരുത് എന്ന് അവിടുത്തെ ജനത ചിന്തിച്ചു. അപ്പോ അവിടെ ഏറ്റവും കൂടുതൽ ഞാനവിടെ പ്രസംഗിക്കാനടക്കം ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരാളാണ്. ഞാൻ ഒരു കാര്യം പറയാം, അവിടെ ഈ BJPയുടെ ഒന്നാമത്തെ മുദ്രാവാക്യം UDF വോട്ട് ചെയ്താൽ LDF ജയിക്കുമെന്നുള്ളതായിരുന്നു. അങ്ങനെ പറഞ്ഞ ജനങ്ങളെ അവരവിടെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അപ്പോ രണ്ടാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന പാർട്ടി കഴിഞ്ഞ 2 തവണയും അവിടെ പ്രതിപക്ഷത്താരായിരുന്നു, കോർപ്പറേഷനിൽ BJP തന്നെ ആയിരുന്നു. അപ്പൊ എന്ത് ചെയ്തു? ആ രണ്ടാമത് നിൽക്കുന്ന പാർട്ടിക്ക് ജനം വോട്ട് ചെയ്തു. അത് ആന്റി ഇൻകൺവെൻസി വോട്ടിന്റെ ഒരു ക്രോഡീകരണമാണ്. ഞാൻ ചോദിക്കുന്നത്, അപ്പൊ ജില്ലാ പഞ്ചായത്തിൽ എന്താണെന്നേ ഈ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇവർക്ക് പറ്റാതെ പോയത്? ജില്ലാ പഞ്ചായത്തിൽ എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഈ മുന്നേറ്റം ഉണ്ടായില്ല? അപ്പോ അത് തന്നെയാണ് നിയമസഭയുടെയും പാറ്റേൺ. ജില്ലാ പഞ്ചായത്ത് ഭരണം നിലനിർത്തുകയാണല്ലോ ചെയ്തത് LDF. അവിടെ ആന്റി ഇൻകംബൻസി ഉണ്ടായിട്ടുമില്ല. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ കേണൽ ഡിന്നി. അല്ലല്ല, അവിടെ ഞങ്ങൾക്ക് സീറ്റുകൾ വർദ്ധിച്ചു. അതെന്താ അങ്ങ് കാണാത്തത്? അവിടെ ഒരു ക്ലിയർ കട്ട് മെജോറിറ്റി ഉണ്ടായിരുന്നിടത്ത് നിന്ന് പേരിന് മാത്രം ഒരു മെജോറിറ്റിയിലാണ് ഇന്ന് ജില്ലാ പഞ്ചായത്ത് LDF. അവിടെ ആന്റി ഇൻകംബൻസി ഉണ്ടായിട്ടില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. നിങ്ങളെ ചൂസ് ചെയ്തിട്ടില്ലല്ലോ. രേണു അതെന്ത് റീഡിംഗ് അറിയണു? ആന്റി ഇൻകംബൻസി ഉണ്ടാകുന്നതല്ലേ അവിടെ സീറ്റ് കുറയുന്നത്? ഞങ്ങൾ 7 ജില്ലാ പഞ്ചായത്തുകളിൽ ഭരണത്തിലേക്ക് വന്നു. കോട്ടയത്തൊക്കെ മാണി കോൺഗ്രസ് ഇല്ലാഞ്ഞിട്ട് പോലും ഞങ്ങൾക്ക് ആരുടെയും പിന്തുണയില്ലാതെ ഭരിക്കാൻ പറ്റുന്നുണ്ട്. ശരി ശരി, ഞാൻ അതൊന്നും കുറച്ച് കണ്ടില്ല. വന്നതിന് ശേഷമുള്ള 2 സാഹചര്യങ്ങൾ, അത് തൃശ്ശൂരിലെ ആയാലും കൊച്ചിയിലെ ആയാലും ഞാൻ ചൂണ്ടിക്കാട്ടി. താങ്കൾ അത് അതിനെ പോയിന്റ് ഔട്ട് ചെയ്തതുമില്ല. ഈ ചർച്ചകളിൽ നിന്ന് ഇറങ്ങിപ്പോയ BB രാജേഷ് ശ്രീലേഖയുടെ വീട്ടിലേക്കാണ് പോയേക്കുന്നത്. ചേച്ചി പിണങ്ങൽ കേട്ടോ എന്ന് പറയാൻ വേണ്ടി. എന്തായാലും കോഴ ആരോപണമില്ലല്ലോ. കോഴ ആരോപണം അത്ര ഗൗരവപ്പെട്ടതല്ല എന്നാണ് താങ്കൾ കാണുന്നത്. AICC അംഗങ്ങൾക്ക് പെട്ടിയിൽ കാശ് കൊണ്ട് കൊടുത്ത് മേയർ സ്ഥാനം നേടിയെന്ന് പറഞ്ഞത് മറ്റാരുമല്ല, നിങ്ങളുടെ നേതാവാണ്. അവിടെ നടപടിയെടുത്താൽ ഇനിയും കാര്യങ്ങൾ പറയുന്നും പറഞ്ഞിട്ടുണ്ട്. നടപടിയെടുക്കാൻ ധൈര്യമുണ്ടോ നേതൃത്വത്തിന് എനിക്ക് അറിയില്ല. നിങ്ങൾ AICC നേതാവിന് പണം കൊടുത്ത് മേയർ സ്ഥാനം വാങ്ങുന്നതാണോ നിങ്ങളുടെ പാർട്ടിയിലെ സെറ്റപ്പ് എന്ന് താങ്കൾ വിശദീകരിച്ചാൽ മതി. ഓക്കെ, കേണൽ ഡിന്നിയിലേക്ക് പോയാൽ അതായത് ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഇതൊരു ജനാധിപത്യ പ്രസ്ഥാനമാണ്. ആരെങ്കിലും അല്ല പറഞ്ഞത്, നിങ്ങളുടെ മേയർ സ്ഥാനാർത്ഥിയായി അവിടെ ഏറ്റവും പരിഗണിക്കപ്പെട്ടിരുന്ന ആളാണ് പറഞ്ഞത്. എന്റെ ടേക്ക് കേട്ടിട്ട് 10 സെക്കൻഡ് കഴിഞ്ഞ് ഇടപെട്ടോ. അതായത് ഞാൻ പറഞ്ഞ ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഇതൊരു ജനാധിപത്യ പ്രസ്ഥാനമാണ്. കേൾക്കുന്നേ
എതിരഭിപ്രായങ്ങൾ ഉണ്ടാവും. അത് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഒരു സ്ഥാനം മോഹിച്ച ആൾക്ക് കിട്ടാതെ വന്നാൽ എതിരഭിപ്രായം ഉണ്ടാവും. പക്ഷെ ആ എതിരഭിപ്രായം പറയേണ്ടതിന് ഒരു മാന്യത ഉണ്ട്. അത് പരിധി വിട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ നടപടിയെടുക്കാൻ ഞങ്ങളുടെ മറ്റേ ഇന്ദിരാഭവനിൽ സ്റ്റാർട്ടാക്കി ഇട്ടിരിക്കുന്ന ഇന്നോവ ഇല്ല. ഞങ്ങൾ അങ്ങനെ നടപടി എടുക്കുന്നവരല്ല. പാർട്ടി പഠിക്കും, അവരെ കൂടി കേൾക്കും, അതിനുശേഷം നടപടി ഉണ്ടാവും. ശരി ശരി. ശ്രീ കേണൽ ഡിന്നി, നോക്കൂ, ഇവിടെ ഇപ്പോൾ